കിട്ടിയ പൈസ രണ്ടുപേർക്കും വീതം വെച്ച് കൊടുത്തു. അപ്പോഴാ അവരുടെ രണ്ടുപേരും തനിക്കോണ എനിക്ക് മനസ്സിലായത്. ആ പിന്നെ പെൻഷൻ വാങ്ങിക്കാറാകുമ്പം ബോഡി വരും. അത് കഴിയുമ്പം പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ഷുഗർ കൂടി 32 ദിവസം ആശുപത്രി കിടന്നിട്ട് അവളുമാർ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴാണ് ഒരു ഏജൻസി വഴി വിമല ഇവിടെ ഞാൻ കൊണ്ടുവന്നു. അന്ന് മുതൽ എൻ്റെ കൂടെ അവൾ അങ്ങോട്ടുണ്ട്. അല്ല, ചിലപ്പം അതിൻ്റെ ദേഷ്യത്തിനായിരിക്കും അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ നോക്കുമ്പം അച്ഛൻ മറ്റൊരു സ്ത്രീ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴേ. സന്തോഷം കരുതുന്ന പോലെ ഒന്നുമല്ല. എൻ്റെ രാധാമണിയെ മറന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാനല്ല ഇവിടെ കൂടെ കൂട്ടിയത്. എല്ലാവരും ഉണ്ടായിട്ടും നോക്കാനില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഒരു ഏജൻസി വഴി വിമല ഇവിടെ കൂട്ടിയത്. അത് മക്കൾക്കും വിരോധമൊന്നും ഇല്ലായിരുന്നു. കാരണം അവരുടെ ശമ്പളം കൊടുക്കുന്നത് ഞാനല്ലേ. അവർക്ക് വളരെ സന്തോഷം. കാരണം നോക്കുകയും വേണ്ടല്ലോ. അന്ന് മുതൽ ഇവൾ എൻ്റെ കൂടെ അങ്ങോട്ടുണ്ട്. പിന്നെ എൻ്റെ ഇളയ മരുമകന് ഇവളെ കാണുമ്പോൾ ഒരു സൂക്കേട്. അത് ഞാൻ ചോദ്യം ചെയ്തപ്പോഴാണ് എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എന്നോട് ദേഷ്യമായത്. സാറിന്റെ മക്കളും മരുമക്കളും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അതിനെതിരെ സാറ് കൊണ്ടുവന്ന് പരാതി കൊടുത്തതിനാണ് ഞങ്ങളോട് ഇത്ര വൈരാഗ്യം. സർവീസിലിരിക്കുമ്പോൾ ആദായത്തിൽ കിട്ടിയോണ്ടാണ് ഈ വീടും വസ്തുവും വാങ്ങിച്ചത്. അന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്നെ നോക്കാൻ വന്നതിൻ്റെ പേരിലാണ് ഇവൾക്ക് ഇത്രയേറെ ഉപദ്രവം വെക്കേണ്ടി വന്നത് എൻ്റെ മക്കളിൽ നിന്ന്. അന്ന് മുതൽ പിന്നെ ഇവളെ അങ്ങ് കൂടെ കൂട്ടുവാൻ. അല്ലാതെ വയസ്സാം കാലത്ത് എൻ്റെ മക്കൾ പറയുന്ന പോലെ എനിക്ക് ശൃംഗാരം കൂടിയിട്ടൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ഒരു അച്ഛനോട് മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഈ മക്കൾ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കണത്? ഈ വീടും വസ്തുവും ഞാൻ ഇവളുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് ആരോ പറഞ്ഞിരുന്നു. മറ്റാരുമല്ല, എൻ്റെ അനിയൻ തന്നെയാണ്. അവനിവിടെ വന്നിരുന്നു.